പീറ്റർ, ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ കസീനോ പ്രൈഡ് അടച്ചുപൂട്ടേണ്ടി വന്നേനെ. താങ്ക് യു സോ മച്ച്. പിന്നെ നീ ആന്റണിയുടെ ചീറ്റിംഗ് കണ്ടുപിടിച്ചു. നീ ഇത്ര വലിയ എക്സ്പേർട്ട് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷെ എന്റെ കണ്ണുവെട്ടിച്ചാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറയാൻ പറ്റില്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ നീ ഈ ജോബ് കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ കസീനോയ്ക്ക് ഒരു എക്സ്പേർട്ടിന്റെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് സീനിയർ സ്പോട്ടറിന്റെ പൊസിഷൻ തരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഐ എം സോറി. ഇനി എനിക്ക് നിങ്ങളുടെ കസിനോയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ പോവാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ പൈസ നിനക്കുള്ളതാണ്. ന്യൂ ഇയർ നന്നായി സെലിബ്രേറ്റ് ചെയ്യേ. ഇനി എപ്പോഴെങ്കിലും നിനക്ക് കാശിന്റെ ആവശ്യം വരുവാണെങ്കിൽ അപ്പൊ തന്നെ നീ എന്നെ തേടി വന്നേക്ക്. ബൈ. ഒരു ഓംലെറ്റ്. പീറ്റർ, ഞാൻ ചാര. എന്റെ പൊന്നെ, എന്ത് കളിയാന്ന് കളിച്ചത്. സത്യമായിട്ട് പറയാ, നല്ല പൊളിയായിരുന്നത്. വേറെന്തെങ്കിലും ഉണ്ടോ? അതെ, എന്റെ അടുത്തൊരു ഓഫർ ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിട്ട് മാറാം. നമുക്കിവിടുന്ന് കാശിനൊല്ലിക്കല്ല, എന്റെ കുറച്ച് കാശുണ്ടെന്നേ. നമുക്കവിടെ പോയി കളിച്ചിട്ട് കൈ നിറയെ കാശുണ്ടാക്കണം. മുത്തെ കാടി പൊളിയാക്കാന്ന്. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. റെഡിയാണോ? എന്തത്, എന്ത് പരിപാടി? താങ്ക് യു. ഞാൻ പറയുന്നത് കേട്ടെ. ഞാൻ തനിച്ച് കളിക്കുമ്പോഴെല്ലാം തോറ്റു പോവാന്നേ. ഒരുപക്ഷെ നിന്റെ ഭാഗ്യം എനിക്കും കൂടി കിട്ടിയാലോ? എന്ത് പറയുന്നു? അതെ അതെ, ഒന്ന് നിക്കുന്നേ, ഒന്ന് നിക്കുന്നേ. സാറേ, അനിയ കഴിക്കാൻ എന്തെങ്കിലും താത്താ പ്ലീസ്, എന്തെങ്കിലും തന്നിട്ട് പോ. ഇവൻ എന്നെക്കാളും വലിയ പിച്ചക്കാരനാണെന്ന് തോന്നുന്നല്ലോ. ഇത് പിടിച്ചോ, വീട്ടിലേക്ക് പൊക്കോളൂ. ആ വേണ്ട, ഇവിടെ വെച്ച് തുറക്കണ്ട. വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കിയാൽ മതി. വിശക്കുന്നുണ്ടോ? അതെ, ഒന്ന് നിന്നേ, ഒന്ന് നിക്കുന്നേ. താൻ കൊള്ളാലോ, ഒറ്റ സെക്കൻഡൂടെ പിച്ചക്കാരിയെ കോടീശ്വരക്കി കളഞ്ഞില്ലേ. ഇത് ഞാൻ അറിഞ്ഞെങ്കിൽ ഞാനും അല്ല ഇനി പോയിട്ട് ഇരുന്നേനെ. കാസിനോയിൽ കാശ് മഴ പോലെ വന്ന് പെയ്യുന്നില്ലേ? അതിന്ന് കുറച്ച് ഇവരുടെ മേത്ത് വന്ന് വീണാലും ഈ പാവങ്ങളുടെ ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ആവില്ലേ? ആ കാര്യം നീ പറഞ്ഞത് വളരെ ശരിയാട്ടോ. ന്യൂ ഇയർ ആയിട്ട് മഴ പെയ്യുന്നത് കണ്ടോ? കാശിന്റെ മഴ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാ പറയോ? ഇത്രയും പൈസ എടുത്ത് അവർക്ക് മാത്രം കൊടുത്തു, മറ്റുള്ളവർ കൊടുത്തൂല്ല. അതെന്താ? കാരണം അവരുടെ അക്കൗണ്ടിൽ നിന്റെ അക്കൗണ്ടിലേക്കാളും കൂടുതലുണ്ട്. യാചിക്കുന്നത് അവരുടെ തൊഴിലാ. പക്ഷെ ആ കുഞ്ഞ് അത് വിശന്നിട്ടായിരിക്കുന്നെ. അതെ, ഒന്ന് നിന്നേ. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയാ. നീ നല്ല കളിക്കാരൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാ. ഞാൻ പറഞ്ഞൊന്ന് കേക്കുന്നേ. നീ എന്നോടൊപ്പം വാ, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന്. അതെ, നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാലുണ്ടല്ലോ, പിന്നെ ലൈഫ് വേറെ ലെവലിൽ പോവും. എനിക്ക് വലിയ വലിയ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. കണക്ഷൻസ് ഉണ്ടോ? പിന്നല്ലാതെ. ഇയാളെ നിനക്കറിയാവോ? എനിക്കിവനെ അറിയാം. ഇവന്റെ പേര് ഡേവിഡ് എന്നാ. വർഷങ്ങൾക്ക് മുമ്പ് ട്രക്ക് ഓടിച്ച് നടന്നവനാ. ഇപ്പൊ സ്വന്തമായിട്ടൊരു ബാറുണ്ട് ഇവന്. അതിന്റെ തൊട്ടടുത്ത സ്ട്രീറ്റില് മറ്റൊരു ബാർ കൂടിയുണ്ട്. അവിടെ എല്ലാ ന്യൂ ഇയറിലും ഇവൻ ചൂത് കളിക്കാൻ വരും. പലരെയും തോൽപ്പിച്ച് ഒന്നുമില്ലാതാക്കി മാറ്റും. ഇതുവരെ അവനെ ആരും തോൽപ്പിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നീ പറഞ്ഞ ആൾ ഇയാള് തന്നെയാണോ? അത് ഉറപ്പാണോ? പിന്നല്ലാതെ. കഴിഞ്ഞ വർഷവും ഞാൻ അവിടെ തന്നെ പോയത് ചൂത് കളിക്കാനായിട്ട്. ചൂത് കളിച്ച് ഞാൻ തോറ്റുപോയി. എന്റെ കാറും അവൻ കൊണ്ടുപോയി. എന്റെ മൊത്തം അവൻ മേടിച്ചെടുത്തു. ഞാൻ അവിടെ നടന്നാ പോന്നത്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോ. നിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ അടിപൊളിയായിരിക്കുന്ന തോന്നുന്നേ. അതെ, നീ ശരിക്കും ആ ഡെവിളിനൊപ്പം ചൂത് കളിക്കാൻ പോവുകയാണോ? എന്താ സംശയമുണ്ടോ? ഇല്ലില്ല, എനിക്കൊരു സംശയമില്ല. പക്ഷേ നീയല്ലേ പറഞ്ഞ ഗാംബ്ലിംഗ് നിർത്തിയെന്ന്. പക്ഷെ ഇന്ന് ഞാൻ കളിക്കും, എന്റെ കൂട്ടുകാരന് വേണ്ടി. കൂട്ടുകാരനോ? ഞാനോ? നിനക്ക് നിന്റെ കാറും കാശും ഒക്കെ തിരിച്ചു വേണോ വേണ്ടയോ? എന്ത് ചോദ്യം അത്? വേണമെന്നേ. നിനക്ക് ആവശ്യമുള്ളത് കിട്ടും, വിഷമിക്കണ്ട. ഇന്ന് താൻ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. എനിക്ക് സന്തോഷായി. വാ വാ വാ, പോവാൻ വേഗം പോ. മഴയൊക്കെ പോയി.
അതെ, ഇവിടെ അകത്താ ഡേവിഡ് ചൂത് കളിക്കുന്ന ഗോഡൌൺ. എല്ലാ വർഷവും ന്യൂ ഇയറിന് ആയിരക്കണക്കിന് ആളുകളാ വരുന്നത് ചൂത് കളിച്ച് ജയിക്കാൻ. പക്ഷെ ജയിക്കുന്നത് ഡേവിഡ് മാത്രമാ. നിങ്ങൾ ഈ വണ്ടി കണ്ടോ? ഇതായിരുന്നു ഒരു സമയത്ത് എന്റെ വണ്ടി. ആ കള്ള റാസ്കലിനെ ചൂതുകളി തോപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഡേവിഡും ചീറ്ററാണല്ലേ? അങ്ങനെയൊന്നും അല്ലെന്നേ. ചീറ്ററൊന്നുമല്ല, വില്ലാളി വില്ലനവൻ. അടിപൊളി പ്ലെയർ അവൻ. അവൻ തോറ്റിട്ടേ ഇല്ല. ഇവൻ ഒന്നെങ്കിലും ഒരു പാവം മനുഷ്യനാണ്, അല്ലെങ്കിൽ മണ്ടനാണ്. ഡേവിഡിന്റെ കള്ളക്കളിയെ അയാളുടെ കഴിവാന്നാ വിചാരിച്ചു വെച്ചേക്കുന്നേ. എന്നാ പോയാലോ? താൻ എങ്ങനെങ്കിലും ഈ കാർ എനിക്ക് തിരിച്ചു പിടിച്ചു തരണം. ഹലോ താരാബായ്, വന്നല്ലേ? ഇന്ന് തന്നെ ലക്ക് തന്റെ കൂടെ ഉണ്ടാവുന്ന തോന്നേ. നീ പറഞ്ഞ ശരിയാ. ഇന്ന് എന്റെ ലക്ക് കൈയോടെ കൊണ്ടുവന്നിരിക്കുക. ഒരു കാര്യം ചോദിക്കട്ടെ, ഡേവിഡ് എവിടെയാ? ഡേവിഡോ? ആ, ഡേവിഡ് അവിടെ ഉണ്ട്. ഗോട്ടി മാസ്റ്റർ കളിക്കുക. ഈ കളിയെ 2 ഡൈസ് എങ്ങനെ കറക്കി വലിച്ചെറിയും. ഏത് നമ്പറാണോ നിങ്ങൾ കാണുന്നത് അത് ബേസ് നമ്പറായി മാറും. പിന്നെ വേറെ വേറെ നമ്പറിലുള്ള കാർഡ്സ് പ്ലെയേഴ്സിന് കൊടുക്കും. അവരുടെ കാർഡിലുള്ള നമ്പർ ഡൈസിലുള്ള നമ്പറിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളിക്കാരൻ തോറ്റുപോയെന്നർത്ഥം. ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് അവൻ മാത്രം വിജയിക്കും. പറഞ്ഞില്ലേ, കളിയുടെ കാര്യത്തിലെ അഗ്രഗണ്യനവൻ. ദാദാ ഡേവിഡ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞാൻ അവസാനം നിന്നെ കണ്ടുപിടിച്ചു ഡേവിഡ്. നിന്റെ അവസാന നാളുകൾ അടുക്കാറായി. എല്ലാം ഞാൻ വിജയിച്ചു. ധാരാ, നീ വീണ്ടും വന്നോ? നടന്നായിരിക്കും വന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നീ വണ്ടി വെച്ച് തോറ്റുപോയതല്ലേ? വീണ്ടും തോക്കാൻ വന്നാണോ? ഡേവിഡ്, ഈ പ്രാവശ്യം ഞാനല്ല, ദാ ഇവനാ വന്നിരിക്കുന്ന ചൂത് കളിക്കാൻ. നിനക്ക് കാശെന്ന് വെച്ചാ ഭ്രാന്തല്ലേ? ഒട്ടും വിഷമിക്കണ്ട. ഇവന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. ഒരു ഭിക്ഷക്കാരൻ, ഒരു രാജാവ്, അവര് തമ്മിൽ കൂട്ടുകെട്ടോ? നീ എവിടുത്തെ രാജാവാടാ? നീ ഇവന്റെ കൂടെ കളിക്കുക, അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളും. ഇരിക്കടാ രാജാവ്. എത്ര വെച്ചാ നീ കളിക്കാൻ പോകുന്നത്? $500. അയ്യോ, 500. ഇതാണോ നീ പറഞ്ഞ രാജാവിന്റെ പവർ? നിങ്ങളുടെ കയ്യിൽ 500 രൂപ മാത്രമേ ഉള്ളോ? അതെ. കൂടുതലുണ്ടെങ്കിൽ എടുത്ത് കളിക്ക്. ഇത് തീരെ കുറഞ്ഞുപോയി. എന്നെ വിശ്വസിക്കേ. ഡേവിഡ്, 10,000 ഉണ്ട്. ഇനിയാണടാ എന്റെ കടി. അതെ മോനെ, എന്റെ പൈസ നിന്റെ പൈസയായിട്ട് കൂട്ടിക്കോ. ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് ജയിക്കട്ടെ. ഇത് മുഴുവനും വെച്ച് കളിക്കാൻ പോവാ. എന്തേത്? കുറച്ച് കുറച്ച് വെച്ച് കളിച്ചൂടെ? ഇത് വലിയ റിസ്ക് ആവും കേട്ടോ. റിസ്ക് എന്റെ DNA-യിലുള്ളതാ. എന്നാ കാർഡ്സ് ഇട്ടേക്കാം. ഞാനിത് വേറെ ഒരു സെറ്റ് ചെയ്യാൻ പോവാ. നീ തോറ്റു തുന്നം പാടോടാ. നീ ഇത് സെറ്റ് ചെയ്താ എന്റെ പരാജയം ഉറപ്പാണ്. ഞാൻ എല്ലാം സെറ്റ് ചെയ്തു. റൂൾസ് അനുസരിച്ച് ഈ സ്ലൈസ് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് കളിക്കാം. എടുത്ത് കളിക്കേ. അതെ, ഡൈസിന്റെ നമ്പർ 6ആ. ആരുടെ സ്ലൈസസ് ആണ് കൂടുതൽ അവരായിരിക്കും ഈ ഗെയിമിൽ ജയിക്കുക. ധാരാ, നീ എന്തിനാടാ കമന്റ് പറയുന്നേ? അവരെ കളിക്കാൻ വിട്. എന്നാ ശരി, നീ നിന്റെ സ്ലൈസ് കാണിക്ക. ഡേവിഡിന്റെ മൊത്തം 7, നമുക്കുള്ളത് 3. അടുത്തത് 5 ആണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. കാര്യമായിട്ട് നോക്ക്. ശ്ശോ, 5 കൂടുതൽ വന്നിരുന്നെങ്കിൽ നമ്മൾ വിജയിക്കില്ലായിരുന്നോ? അതവന് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയതല്ലേ അല്ലേ?
രാജാവിനെ ഞാൻ തോൽപ്പിച്ചു. രാജാ സാറേ, കാശുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കളിക്കുന്നേ, അല്ലെങ്കിൽ ഇവിടുന്ന് പോടാ. അതന്നെ നീ എങ്ങനെ തോറ്റുപോയത്? നീ തോറ്റ പോലെ തന്നെ. ഏയ്, നിന്നെ പുറത്തുകൊണ്ട് വിടണോ? ഡേവിഡ്, നീ അവനോട് അങ്ങനെയൊന്നും സംസാരിക്കണ്ട. ഡേവിഡ്, നീ അവനോട് അങ്ങനെയൊന്നും സംസാരിക്കണ്ട. എന്നാ വേണ്ട, ഞാൻ നിന്നോട് സംസാരിക്കടാ. കാശുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കളിക്കടാ, അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. പോടാ. ഡാടാ, മര്യാദയ്ക്ക് ഇറങ്ങി പോടാ. ഈ സ്ഥലം നിന്നെ പോലെയുള്ള കൊച്ചു പിള്ളേർക്കുള്ളതല്ല. എന്താടാ ഒരു ചൊറിഞ്ഞ നോട്ടം? വേഗം ഡിസൈഡ് ചെയ്യ്. ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞടാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. താൻ വാ, നമുക്ക് പോവാം. അവര് തന്നെ ടീസ് ചെയ്യാണ്. നിക്ക്, എനിക്കുണ്ടായ അപമാനം സഹിച്ചു, പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഗാബിലേ, എനിക്കിപ്പോ കാശ് വേണം, ഉടനെ തിരിച്ചു തന്നേക്കാൻ ഞാൻ. നിനക്കിപ്പോ എത്ര രൂപയാ വേണ്ടത്? നീ പറയ, നിനക്ക് എത്ര വേണ്ടത്? 20,000? 2 ലക്ഷം. 2 ലക്ഷോ? രണ്ട് ലക്ഷം. 2 ലക്ഷോ? 2 lakh. അങ്ങനെ ആയിക്കോട്ടെ, നീ പറഞ്ഞ 2 ലക്ഷം തന്നെ. ഗാബിലെ, പറഞ്ഞ 2 ലക്ഷം രൂപ തന്നെ. ഈ പ്രാവശ്യം ഞങ്ങൾ വിജയിച്ചിരിക്കും. ധാരാഭായ്, 10-30 ആണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ 2 ലക്ഷം നിങ്ങൾ എങ്ങനെ തിരിച്ചു തരും? ഗാബിലെ, എനിക്ക് 60 ലക്ഷത്തിന്റെ വീടുണ്ട്, അത് വിറ്റിട്ട് നിനക്ക് കാശ് തന്നേക്കാം. ഇപ്പൊ അങ്ങോട്ട് താ. എടോ, താൻ ശരിക്കും ഒരു ഇമോഷൻ ഫൂളായി മാറിയിരിക്കുക. തന്നെ പോലുള്ള ആൾക്കാരെ ഈ കളി എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നേ? ശരി, തരാം. പക്ഷെ 13% ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ആണോ? 13? എന്താ അത്? എന്ന് വെച്ചാ നിന്റെ ആവശ്യം 10 രൂപയാണെങ്കിൽ ഞാൻ തരുന്നത് 9 ആയിരിക്കും. പക്ഷെ തിരിച്ചു തരുമ്പോ 13 വേണം. അത് ഒരാഴ്ചക്കകം. അതിൽ കൂടുതൽ സമയം എടുത്തോണ്ടല്ലോ ഇൻട്രസ്റ്റ് ഡബിൾ ആയിരിക്കും. തനിക്ക് ഓക്കെ ആണോ? ഗാബിലെ, ഈ ബാറങ്ങ് ക്ലോസ് ചെയ്തിട്ട് കഴുത്തറക്കണ ക്ലബ് അങ്ങ് തുടങ്ങിയേക്ക്. അതായിരിക്കും നല്ലത്. എന്റെ അച്ഛൻ പൈസ ചോദിച്ചാലും ഞാൻ ഇത് തന്നെ അയാളോട് പറയാൻ പോകുന്നത്. ബിസിനസ്സിൽ എല്ലാരും സമമാണ്. നിനക്ക് കാശ് വേണോ? ശരി ശരി, അതൊക്കെ ദാ സഹോദര, മൊത്തം 2 ലക്ഷം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തോറ്റുപോയി, പക്ഷേ തോറ്റിട്ട് വിജയിക്കുന്നവനാണ് വില്ലാളി വില്ല. ഏതാരാ നിർത്ത്, കളി തുടങ്ങാൻ പറ. പിന്നെ നിന്റെ നാടകമൊക്കെ ഉണ്ടല്ലോ, അത് പുറത്ത് കളിക്ക്. ഞാൻ ഈ മുഴുവൻ കാശും വെച്ച് കളിക്കാൻ ഇറങ്ങുവാണ്. ഇവൻ ശരിക്കും വലിയൊരു ഡീലറാണോ അതോ പരമണ്ടനാണോ? കാശ് ഒറ്റടിക്ക് ഇറക്കിയല്ലോ. അതെ, ആർ യു ഷുവർ? ഒറ്റടിക്ക് ഇറക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കുറച്ചായിട്ട് ഇറക്കാമല്ലോ. 50,000, 1 ലക്ഷം, അങ്ങനെ. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തേക്ക്. കളിയുടെ റൂൾസ് ഒക്കെ അറിയാലോ. അഥവാ ഞാൻ വിജയിച്ച നീ എനിക്ക് 2 ഇരട്ടി പൈസ തരേണ്ടി വരും. അറിയാം. എന്ന് വെച്ച 4 ലക്ഷം ഉണ്ടോ നിന്റെ കയ്യില്? നീ അത് കേട്ടില്ലേ? എന്റെ കൂട്ടുകാരൻ അവന്റെ വീട് വെച്ചാ കളിക്കുന്നേ. ധാര, നീ സത്യം പറ, ഇത് നിന്റെ കൂട്ടുകാരനാണോ ശത്രുവാണോ? നിന്നെ തെരുവിലിറക്കാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. നിനക്ക് പേടിയൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. പേടിച്ചവൻ അപ്പ തന്നെ ചത്തെന്നർത്ഥം. പിന്നെ എന്തിനാണ് വിറയ്ക്കുന്നേ? നീ നിന്റെ കാശ് വെക്കേ, നമുക്ക് കളി തുടങ്ങാം. എന്നാ പിന്നെ തുടങ്ങിയേക്കാം. ഡൈസ് നമ്പർ 6. 6-ൽ കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് അവർ ജയിക്കും. ഇവന്റെ ആദ്യത്തെ നമ്പർ തന്നെ 6 ആണല്ലോ. ദൈവമേ, ഈ പ്രാവശ്യം 2 ലക്ഷം പോവോ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.